ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ചക്ക വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ചക്കയും അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 ചക്കയുടെ ചുള എടുത്തിട്ടുണ്ട്. 7 ചക്കച്ചുളയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള നാരും അതുപോലെ തന്നെ ചക്കയുടെ കുരുവും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിതുപോലെ ഇങ്ങനെ ഒരു ചക്കയുടെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ തയ്യാറാക്കുന്ന പോലെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന പോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്, എന്നാൽ ഉണ്ണിയപ്പം ഒന്നും അല്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അരിപ്പൊടി അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരിപാടികൾ കഴിയും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ശർക്കരയ്ക്ക് പകരം ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിക്കാതെ തന്നെയാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സീഡ്സ് ഒന്ന് ഇട്ടിട്ട് ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഒരു 2 എണ്ണത്തിൻ്റെയൊക്കെ സീഡ്സ് മതിയാവും. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പ് ചേർത്തിട്ടുള്ളത്. എന്നാൽ ആ ഒരു മധുരത്തിന് പ്രത്യേക നമുക്കൊരു ബാലൻസ് ആയി കിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയണില്ല, ഞാൻ അതിൻ്റെ ബാറ്റർ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ചേർത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്കിനി 2 നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. 2 നുള്ളി ചേർത്താൽ മതി, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകമോ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ്, അതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബാറ്റർ ഉണ്ടാക്കുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം വേണമെന്ന്. ഒരുപാട് തിക്കായി പോയാൽ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിക്കുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ബാറ്റർ ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചില ഉണ്ണിയപ്പം ഉണ്ടാവും. അത് ബാറ്റർ ഒരുപാട് തിക്കാവുന്നതുകൊണ്ടാട്ടോ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ സ്പൂൺ വീതം ഓരോ കുഴിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ചൂടുണ്ടായ ഓയിലാണ്, അതുകൊണ്ട് തന്നെ പിന്നെ ഞാനതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആണത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട പെട്ടെന്ന് തന്നെ കളർ മാറും, ഉൾഭാഗം വെന്ത് കിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ചക്ക ഉണ്ണിയപ്പവും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പറഞ്ഞല്ലോ ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചൂടോടുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല അടിപൊളിയ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം തന്നെയാണ്. ഉണ്ണിയപ്പം എന്ന് പറയാൻ പറ്റില്ല, ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്